മേയറെ അറിയില്ലേ, ട്രവാൻഡ്രം മേയറെ അറിയില്ലേ, ആര്യയെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ. ഇത് നമ്മുടെ KSRTC ഡ്രൈവർ യദുവിനോട് പണ്ട് സഖാക്കൾ ചോദിച്ചാണ്. മേയറേയും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി MLA അറിയില്ലേ, അതുപോലും അറിയാത്ത താൻ എന്ത് കോത്താഴത്തെ ട്രാൻസ്പോർട്ട് കണ്ടക്ടർ കണ്ടു എന്ന് ചോദിച്ചു. അത് പാർട്ടി നേതാക്കന്മാരും പാർട്ടിക്ക് വേണ്ടി തൂലിക തൊഴിലാളികളായിരിക്കുന്ന സൈബർ ഗുണ്ടകളുമൊക്കെ അന്ന് ആർത്ത് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് വരെ ആര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ വീരപരാക്രമത്തെ അഭിനന്ദിക്കും. ഇതിന് ഇടവരുത്തിയ KSRTC ഡ്രൈവറെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണം എന്നാവശ്യപ്പെടുന്നു. KSRTC ഡ്രൈവർ ഇന്ന ദിവസം വരെ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടില്ല. അയാളുടെ ജോലി ഇത് പിരിച്ചുവിട്ടിട്ടുമില്ല, ജോലിക്ക് തിരിച്ചെടുത്തിട്ടുമില്ല. ഈ ദേശാഭിമാനി എന്നൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പത്രപ്രവർത്തകരുടെ പോലെ അവർക്ക് രേഖാമൂലമായ ഉത്തരവ് കിട്ടുകയില്ല, എന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയില്ല, അവർക്ക് വേറെ ജോലിക്ക് പോകാനും പറ്റുകയില്ല എന്ന അവസ്ഥയിൽ ഇപ്പോൾ KSRTC ഡ്രൈവർ യദു എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം യദു അല്ല. CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വമ്പിച്ച വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പരാജയം പോലെ വിജയവും പഠിക്കപ്പെടേണ്ട ഒന്നാണല്ലോ. തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിൽ LDF സ്ഥാനാർത്ഥി സഖാവ് പന്നിയൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 1ാം സ്ഥാനത്ത് ശശി തരൂർ, 2ാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറും എത്തി. പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പൊളിയപ്പെട്ടിട്ടും പന്നിയൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തായി. പാർട്ടി വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷ മണ്ഡലമാണ്. സഖാവ് സമ്പത്ത് പലതവണ ജയിച്ചാണ്. അതിനുമുമ്പ് വർക്കല രാധാകൃഷ്ണൻ ജയിച്ചാണ്. അതിനുമുമ്പ് സുശീല ഗോപാലൻ ജയിച്ചതാണ്. മറ്റു പലരും ജയിച്ച പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള മണ്ഡലമാണ്. അവിടുത്തെ 7 അസംബ്ലി മണ്ഡലങ്ങളും ഇപ്പോൾ LDFൻ്റെ MLAമാരുള്ളവയാണ്. എന്നിട്ട് പോലും പാർട്ടി ജില്ലാ സെക്രട്ടറി അവിടെ മത്സരിച്ചിട്ട് പോലും LDFന് വലിയ പരാജയം ആറ്റിങ്ങലിൽ സംഭവിച്ചു. തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ, അവിടെയും ഇത് തന്നെ സംഭവിച്ചു. തിരുവനന്തപുരത്ത് BJPക്ക് CPM LDF സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. ആറ്റിങ്ങൽ കോൺഗ്രസ് ജയിച്ചു, BJP CPM സ്ഥാനാർത്ഥി സഖാവ് ജോയിയുടെ തൊട്ടടുത്തെത്തി. 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ മുരളീധരനാണ് ജോയിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത്. അപ്പോൾ എങ്ങനെ ഇത്ര വലിയ ഒരു വിജയം പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സംഭവിച്ചു എന്ന കാര്യം പാർട്ടി സഖാക്കൾ തലപുകച്ച് കൂലങ്കഷമായിട്ട് ചിന്തിച്ചു. അപ്പോഴവർക്ക് പല ഐഡിയകളും തോന്നി. അതിലൊന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനപ്രിയ സ്വഭാവത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന എല്ലാവർക്കും ക്ലിഫ് ഹൗസിൻ്റെ വാതിൽ തള്ളി തുറന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം പോലെ അവിടെ കയറി ചെല്ലാനും കോലായിലിരിക്കാനും കമലയെടുത്തെടുത്ത് വർത്താനം പറയാനും അരിമുറുക്കും പക്കവടയൊക്കെ കഴിച്ച് മുഖ്യം വന്നത് കാത്തിരിക്കാനും മുഖ്യം വരുമ്പോൾ അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കുശലം പറയാനും സ്നേഹാന്വേഷണം നടത്താനുമൊക്കെയുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് കൊണ്ടാണ് പാർട്ടിക്കാരെക്കുറിച്ച് പൊതുവേ ജനങ്ങളുടെ ഇടയിൽ മുഖ്യനെക്കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായം വന്നത് എന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നു. അതുപോലെ സഖാവ് ഷംസീറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനകീയതയെക്കുറിച്ചും തിരുവനന്തപുരത്തെ ചില മുതലാളിമാരായിട്ട് അദ്ദേഹത്തിനുള്ള സവിശേഷമായ സ്നേഹബന്ധത്തെക്കുറിച്ചും ഒക്കെ ചർച്ചയുണ്ടായി. പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമോനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. മരുമോൻ ആൾ ചെറുപ്പമാണെങ്കിൽ ഇപ്പോൾ മുഖ്യനേക്കാളും പവറിലിരിക്കുന്ന പുള്ളിയാണ്. സൂപ്പർ മുഖ്യമന്ത്രി എന്നാണ് തിരുവനന്തപുരത്ത് ആളുകളുടെ ഇടയിൽ ഈ ചെറുപ്പക്കാരൻ അറിയപ്പെടുന്നത് എന്നൊരു അഭിപ്രായം ശക്തമായിട്ട് വന്നു. പിന്നെ മാസപ്പടി പോലുള്ള സാധാരണ വിഷയങ്ങൾ അത് സ്വാഭാവികമായിട്ടും ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു. പിന്നെ SFIക്കാർ നടത്തുന്ന പലവിധ വിപ്ലവ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സഖാവ് ആർഷോയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിദ്യാഭ്യാസ വിപ്ലവം, ഇതൊക്കെ ചർച്ചാ വിഷയമായി. അതൊക്കെ സ്വാഭാവികമാണ്. 14 ജില്ലകളിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല, തൃശ്ശൂരും കോട്ടയത്തും കോഴിക്കോട്ടും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അമോശനും മരുമോനും കൂടി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച വിപ്ലവകരമായ പരിവർത്തനത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച്, മാവോയുടെ സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വമ്പിച്ച ദാർശനിക വിപ്ലവത്തെക്കുറിച്ച് എല്ലാവർക്കുമുള്ള അഭിപ്രായം തന്നെയാണ് തിരുവനന്തപുരം കമ്മിറ്റിയിലുള്ളത്. ആ കൂട്ടത്തിൽ കരമന ഹരി എന്ന് പറഞ്ഞ ഒരു മെമ്പർ മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ കയറി ചെല്ലാൻ സ്വാധീനമുള്ളൊരു മുതലാളിയെക്കുറിച്ച് പറഞ്ഞു. വേറൊരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ സ്വീകരണ മുറി വരെ ചെല്ലാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 2 മുതലാളിമാരുടെയും പേര് പറയാൻ പുള്ളി കൂട്ടാക്കിയില്ല. അതിനെ തുടർന്ന് ഈ സഖാവിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ ഈ വിശദീകരണം ചോദിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടിയിൽ ഈ രണ്ട് മുതലാളിമാരുടെ പേര് പറയും, അവരുടെ അച്ഛൻ്റെ പേരും വീട്ടുപേരും. അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് അവിടേക്ക് പോകാനുള്ള വഴിയും അതിൻ്റെ അകത്ത് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല, സഖാബ് ഉടനെ തന്നെ പാർട്ടി ബന്ധം വിച്ഛേദിച്ച് വേറെ പാർട്ടിയിൽ ചേക്കേറാൻ പോകുന്നു, ഒന്നുകിൽ BJP യിലായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സിലായിരിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാൻ മേല. ഏതായാലും അതങ്ങനെ പോകുന്നു. പക്ഷേ ഞാനിവിടെ പറയാൻ വന്ന വിഷയമല്ല. നമ്മുടെ സഖാവ് ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഒട്ടും തന്നെ അഭിനന്ദനപരമല്ലാത്ത പല പരാമർശങ്ങളും ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആര്യയും ഭർത്താവും ചേർന്ന് KSRTC ബസ് തടഞ്ഞതും യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടതും ഒരു വിപ്ലവ പ്രവർത്തനമായിട്ടാണ് ഗോവിന്ദൻ മാഷ് വിലയിരുത്തിയതെങ്കിലും തിരുവനന്തപുരം സഖാക്കളുടെ അഭിപ്രായം അങ്ങനെയല്ല. ആര്യ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. അങ്ങനെ ആളുകളെ വഴിയിലിറക്കി വിട്ടത് തെറ്റായിപ്പോയി എന്നാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആര്യയുടെയും സച്ചിൻ്റെയും ഈ പരാക്രമം തിരുവനന്തപുരം നഗരവീഥികളിൽ പ്രകമ്പനം കൊള്ളിച്ചത്. അതുകൊണ്ടല്ല വോട്ട് പോയത് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണ്. ആനാവൂർ നാഗപ്പൻ്റെയും കോലിയക്കോട് കിരണനാരുടെയും മറ്റ് നല്ലവരായ നായന്മാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. ഇതിൽ പലരും രാജീവ് ചന്ദ്രശേഖരനിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി രഹസ്യ ഓപ്പറേഷൻ നടത്തിയവരാണ്. ഇനിയിപ്പോൾ അവരുടെ പേര് എന്നോട് ചോദിക്കരുതുണ്ടോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. അതുപോലെ മുരളീധരൻജിക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിച്ചവരുണ്ട്, തരൂർജിക്ക് വേണ്ടി സഹകരിച്ചവരുണ്ട്, പലരുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നിരന്തര പ്രവർത്തനം കൊണ്ടാണ് ഈ രണ്ട് സഖാക്കന്മാർ ഡീസൻ്റായിട്ട് തിരുവനന്തപുരത്ത് തോറ്റത്. അതിന് ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇനി ആര്യ രാജേന്ദ്രൻ്റെ പല പ്രവൃത്തികളും ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിക്ക് പറ്റിയതല്ല, ഒരു മേയർക്ക് പറ്റിയതല്ല എന്ന അഭിപ്രായം നേരത്തെ ഉണ്ട്. എനിക്കും അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് ആനാവൂർ നാഗപ്പൻ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആളെ നിയമിച്ചത് തികച്ചും തെറ്റാണ്. ഒരു കാരണവശാലും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ന്യായീകരിക്കാൻ പറ്റുന്ന അല്ല സഖാവ് ആര്യ ചെയ്തത്. ആര്യയ്ക്ക് പ്രവർത്തന പരിചയം കുറവാണ്, പാർട്ടിയിലെ സ്റ്റാൻഡിങ് കുറവാണ്. കാര്യം ബാലസംഘം മുതൽക്കുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിലും ആര്യ രാജേന്ദ്രൻ്റെ പൊതുപ്രവർത്തനത്തിൽ എന്ത് പരിചയമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ മേയറാക്കിയപ്പോൾ തന്നെ എളിയവനായി ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ കൂട്ടണ്ട, പൊതുവെ ആളുകളുടെ ഒരു അഭിപ്രായമുണ്ട്, എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവാടക്കാരിക്ക് പറ്റിയ പണിയല്ല തിരുവനന്തപുരം മേയർ. അത് വലിയ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനമാണ്. അതിന് മിനിമം പൊതുപ്രവർത്തന പരിചയം വേണം, ജാഥയ്ക്ക് പോയിട്ടുള്ള പരിചയമെങ്കിലും വേണം. അതുപോലുമില്ല. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് മേയറാണ്, നാളെ തൊട്ട് മേയർ നഗരമാതാവാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനൊരു രസമുണ്ട്, രോമാഞ്ചം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരാളെ കൊണ്ട് ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. തിരുവനന്തപുരത്ത് കോവിഡ് കാരണം പൊങ്കാല നടക്കാത്ത വർഷം, ഇല്ലാത്ത പൊങ്കാലയ്ക്ക് റോഡ് സൈഡിൽ ഇടാത്ത ഇഷ്ടികയും ചാരവും പൊതുമ്പും വാരിക്കളയാനായിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുക. അത് വാരിക്കളഞ്ഞവർക്ക് കോർപ്പറേഷൻ സ്റ്റാഫിന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ബില്ല് കോർപ്പറേഷനിൽ ഹാജരാക്കി പണം തട്ടി. ആരെയല്ല തട്ടിയതൊക്കെ സഖാക്കന്മാർ തന്നെയാണ്. അതിൻ്റെ കാശ് കൊണ്ടുപോയത് സഖാക്കന്മാരാണ്. പഴയ ആർക്ക് കിട്ടി? ആര്യക്ക് കിട്ടി. ഇതുപോലെയുള്ള പരിപാടികളാണ് തിരുവനന്തപുരത്ത് ആദ്യം മുതൽ ഇന്നേ ദിവസം വരെ നടന്നിട്ടുള്ളത്. ഇത് മുഴുവൻ ചെയ്തത് പാർട്ടി സഖാക്കന്മാരാണ്. ആനാവൂർ നാഗപ്പൻ്റെ ഭൂതഗണങ്ങളാണ്, ഒരു സംശയമില്ല. എന്നിട്ട് ആര്യ രാജേന്ദ്രൻ ചെയ്തത് തെറ്റായി പോയെന്ന് പറഞ്ഞാൽ വല്ല ന്യായമുണ്ടോ? റോഡിൽ വണ്ടി തടഞ്ഞത് ആര്യയുടെ കൊള്ളരായ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. സച്ചിൻ ദേവ് മിതത്വം പാലിക്കണമായിരുന്നു എന്ന് പറയാം. KSRTC ജീവനക്കാരും മനുഷ്യരാണ് എന്ന കാര്യം പറയാമായിരുന്നു. അതിന് പകരം ആര്യ രാജേന്ദ്രൻ ഇതുവരെ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പഴയ അവരുടെ മേൽ ചുമത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവരെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിച്ചത് പാർട്ടിക്കാരാണ്. അവിടെ ലോകപരിചയമുള്ള ആളുകൾ വനിതാ കൗൺസിലർമാരുണ്ടായിരുന്നു, അവരെന്തുകൊണ്ടും മേയറാക്കാഞ്ഞത്? ആര്യ രാജേന്ദ്രനെ പോലും എട്ടും പൊട്ടും തിരിയാത്ത ഒരാളെ അവിടെ വച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൈയിട്ട് വരാൻ സൗകര്യം കൂടുതലുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആനാവൂർ നാഗപ്പനും പറ്റുകയില്ല, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായി ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള വി ജോയിക്കും പറ്റുകയില്ല, തിരുവനന്തപുരം DC ഒരു സഖാവിനും പറ്റുകയില്ല. ഇത് മുഖ്യൻ്റെ മൂക്കിന് താഴെയുള്ളൂ നടത്തത്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാമായിരുന്നല്ലോ. തദ്ദേശ സ്വയംഭരണ മന്ത്രി മഹാനായ രാജേഷാണല്ലോ, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. പാർട്ടിക്ക് ഉത്തരവാദിത്തമുള്ള എത്രയോ നേതാക്കന്മാർ അവിടെ ഉണ്ട്, എത്രയോ ഭരണകർത്താക്കളുണ്ട്. ശിവൻകുട്ടി സഖാവ് ഈ മേയറുടെ സ്ഥാനത്ത് പണ്ടിരുന്നാണല്ലോ, അദ്ദേഹം മേയറായിരുന്നല്ലോ. അദ്ദേഹത്തിന് പറയായിരുന്നില്ല ആര്യയുടെ പ്രവർത്തികൾ വേണ്ടത്ര ഭംഗിയാകുന്നില്ല,
ജനങ്ങളുടെ ഇടയിൽ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞാൽ ശോഭിക്കുകയില്ല എന്നേ വേറെ കാര്യം. പിന്നെ മരാമത്ത് മന്ത്രിയുമായിട്ട് ആര്യയ്ക്ക് വലിയ അടുപ്പങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞാൽ കൂടുതൽ ശോഭിക്കുകയില്ല എന്ന് തോന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. ആരും പറയാത്തതുകൊണ്ട് ആര്യയ്ക്ക് തോന്നി ഞാൻ ഇവിടുത്തെ ഒരു വലിയ വിപ്ലവ നേതാവാണ്, വാലന്റീന തെരഷ്കോവയാണെന്ന് തോന്നി. ഇപ്പോൾ അവർക്ക് തോന്നിയ കൂട്ട് ചെയ്യാൻ തോന്നി. അതാ പറ്റിയത്. എത്രയൊക്കെ പറ്റിയുള്ളൂ. അതിപ്പോൾ എന്തിന് പറയുന്നു. അവസാനം വന്നപ്പോൾ ആരുടെ വീട്ടിലേക്ക് വന്നു? ആര്യയുടെ മേൽ. ആര്യയുടെ കുറ്റമല്ലത്. ആര്യയെ മേയറാക്കിയവരുടെ തെറ്റാണ്. ആ തെറ്റ് പാർട്ടി ഏറ്റു പറയണം, ജനങ്ങളോട് മാപ്പ് പറയണം. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് മാറ്റിങ്ങൾ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന് പറഞ്ഞാൽ യാതൊരു കഥയില്ല. അതുകൊണ്ടല്ല തോറ്റത്. അത് പല കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ആര്യ രാജേന്ദ്രൻ്റെയും ഇപ്പോഴത്തെ തിരുവനന്തപുരം മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ദുർഭരണം ജനങ്ങളെ വെറുപ്പിച്ചു. അത് സത്യമാണ്. അത് പരമസത്യങ്ങൾ തന്നെ. അതുകൊണ്ടാണ് കോർപ്പറേഷൻ ഏരിയയിൽ വല്ലാണ്ട് പുറകിൽ പോയത്. യാതൊരു സംശയങ്ങളും വേണ്ട. പക്ഷേ ആര്യ രാജേന്ദ്രൻ ആ സ്ഥാനത്ത് ഇരുത്തിയ ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അതിൻ്റെ പാപഭാരം മുഖ്യമന്ത്രിയും ചുമക്കണം, തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ചുമക്കണം. എല്ലാ ആളുകൾക്കും ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കടകംപള്ളി സുരേന്ദ്രനും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല, ആനാവൂർ നാഗപ്പനും പറ്റുകയില്ല, കോലിയക്കോട് കൃഷ്ണനായർക്കും പറ്റുകയില്ല, ഒരാൾക്കും പറ്റുകയില്ല. അത് എല്ലാവരും കൂടി വീതം വെച്ച് അനുഭവിക്കണം അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ. ഇനിയിപ്പോൾ വരാൻ പോണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടികൾ ജയിക്കും എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഈ രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ആര്യ രാജേന്ദ്രന് അന്ത്യശാസനം കൊടുത്തുകൊണ്ട് പ്രശ്നം തീരുകയില്ല. ഇനി ഇതേ രീതിയിൽ ആര്യ രാജേന്ദ്രനെ ശാസിച്ച രീതിയിൽ മുഖ്യനെ ശാസിക്കണ്ടേ? ഇതിപ്പോൾ കോർപ്പറേഷൻ മാത്രമല്ലേ പോയുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്? കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം ഏത് രീതിയിലാണ് പോകുന്നത്? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ ഈ മുഖ്യൻ കാരണഭൂതൻ രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ അത് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളുകളെ കൂടി ചേർന്നിട്ടില്ലേ? പൂവരണി നമ്പൂരിയെ കൊണ്ട് കൈകൊട്ടിക്കളി നടത്തിച്ചത് ഓർമ്മയില്ലേ? അത് തിരുവനന്തപുരത്തല്ലേ നടന്നത്. ആനാവൂർ നാഗപ്പൻ സംഘടിപ്പിച്ച വലിയ മെഗാ തിരുവാതിരയിലല്ലേ പൂവരണി നമ്പൂരിയുടെ വിഖ്യാതമായ കൈകൊട്ടിക്കളിപ്പാട്ട് വന്നത്. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവു തന്നെ എന്ന് പെണ്ണുങ്ങൾ കൈകൊട്ടിപ്പാടുന്നത് നിങ്ങൾ കണ്ടില്ലേ? അന്ന് ഇതൊക്കെ കണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായികമാരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവർ തന്നെയാണ് ഇപ്പോൾ കുറ്റം പറയുന്നത്. പിണറായി വിജയൻ്റെ ദുർഭരണം. ഇതൊക്കെ പണ്ട് ജോസഫൈൻ സഖാവ് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ നടക്കുന്ന കാലത്ത് ആളുകളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ കാരണഭൂതന് ഒരു ഇടർച്ച പറ്റിയപ്പോൾ അദ്ദേഹം മരുമോനെയും സ്പീക്കറെയും പാവം ആര്യ രാജേന്ദ്രനെയൊക്കെ ആളുകൾ ദൂഷിക്കുന്നു. ഈ പഥ്യം പറയുന്ന ബന്ധുക്കളാരുമേ കട്ടകാലത്തെങ്കിൽ ഇല്ല ഇന്ന് നിർണയം എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. അത് കാരണഭൂതൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്, ഷംസീറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്, മരുമോൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്, ആര്യയുടെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്. ഇത്രേ ഉള്ളൂ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.